സ്നേഹം തിരുബലിയായി തീർന്നൊരു സ്നേഹം, തിരുച്ചോരയിലെഴുതിയ സ്നേഹം, തിരുബലിയായി തീർന്നൊരു സ്നേഹം, കാരുണ്യം ദിവ്യകാരുണ്യം, കാരുണ്യം ദിവ്യകാരുണ്യം, തിരുച്ചോരയിലെഴുതിയ സ്നേഹം, തിരുബലിയായി തീർന്നൊരു സ്നേഹം. ആരാധന ദിവ്യകാരുണ്യമേ, നിത്യം ആരാധന പരമകാരുണ്യമേ, ആരാധന ദിവ്യകാരുണ്യമേ, നിത്യം ആരാധന പരമകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, അങ്ങേ തിരുമുമ്പിൽ മുട്ടുകൾ മടക്കി തല കുമ്പിട്ട് അങ്ങേ ആരാധിക്കുന്നു. സർവസ്തുതിക്കും മഹത്വത്തിനും യോഗ്യനായവനെ, അങ്ങേ മുമ്പിൽ വരുവാനും അങ്ങേ ആരാധിക്കാനും എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ കർത്താവേ, എൻ്റെ അകക്കണ്ണുകൾ കൊണ്ട് അങ്ങേക്ക് യോഗ്യമായ രീതിയിൽ ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ ഒറ്റയ്ക്കല്ല അങ്ങേ ആരാധിക്കാനണയുന്നത്. ഈ മാധ്യമത്തിലൂടെ മറ്റനേകം മക്കളും അങ്ങയെ ആരാധിക്കുകയാണ്. ക്രിസ്തുനാഥ, അങ്ങയോടുകൂടി ഈ നിമിഷങ്ങൾ ചെലവഴിക്കാൻ ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് അകക്കണ്ണുകളാൽ അങ്ങേ തിരുമുമ്പിൽ അണയുന്ന ഞങ്ങൾ മലയിലെ പ്രസംഗത്തിൽ അങ്ങ് അരുളിയ അഷ്ടഭാഗ്യങ്ങളിൽ ഒന്നിനെക്കുറിച്ച് അനുസ്മരിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നാഥ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് വികാരങ്ങളെ സംശുദ്ധമാക്കി ഞങ്ങളിതാ അങ്ങേ തിരുമുമ്പിൽ പ്രണമിക്കുന്നു. എങ്കിലും പരമപരിശുദ്ധനായ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ അശുദ്ധരും പാപികളും ബലഹീനരുമാണ്. ഈശോയെ, അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നൈർമല്യതയെ ഞങ്ങളിപ്പോൾ ധ്യാനിക്കുന്നു. ക്രിസ്തുനാഥ, അങ്ങ് കന്യാസുതനായ നിർമ്മല കുമാരനാണ്. ശുദ്ധതയുടെ നിറകുടമായ അങ്ങ് നിർമ്മലയായ ഒരു കന്യകയാണല്ലോ ഈ ലോകത്തിൽ വന്നു പിറക്കാനായി അമ്മയായി തിരഞ്ഞെടുത്തത്. യേശുനാഥ, അനർഘനിധിയായ ശുദ്ധതയെന്ന പുണ്യത്തെ തകർക്കാൻ ഇന്ന് തിന്മയുടെ ശക്തികൾ വിഭിന്ന രീതികളിലാണല്ലോ പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ അതിപ്രസരത്താൽ ഞങ്ങളുടെ കുട്ടികളും മുതിർന്നവർ പോലും തിന്മയുടെ ശക്തികളാൽ വശംവദരായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും മുക്തി നേടി അങ്ങയുടെ സ്വന്തമായി തീരുക ഒരു വലിയ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സർവ്വവികാരങ്ങളും അങ്ങിൽ കേന്ദ്രീകരിച്ച് അങ്ങേക്കും സഹോദരങ്ങൾക്കുമായി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാഥ, അങ്ങ് നിർമ്മല ഹൃദയങ്ങളിൽ വസിക്കാനായി അഭിലഷിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് അങ്ങയെ പ്രണമിക്കുന്ന ഈ അവസരത്തിൽ ഈ ലോകത്തിൽ വിശുദ്ധിയിലും ഹൃദയ നൈർമല്യത്തിലും ഞങ്ങളെ നിലനിർത്തണമേ എന്ന് വിനീതമായി യാചിക്കുന്നു. നാഥ, ഈ സ്വർഗീയ പുണ്യത്തിന്റെ മനോഹാരിത ദർശിക്കാൻ ഞങ്ങൾക്ക് പ്രസാദമേകണമേ. ശുദ്ധതയെ വിലമതിക്കാനും കാത്തു സൂക്ഷിക്കാനും അങ്ങ് തന്നെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോയെ, അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വചരാചരങ്ങൾക്കും അധിപനായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം,
യേശുവേ ആരാധന. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അതിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഈ വചനങ്ങളെ നമുക്ക് ശിരസാവഹിക്കാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അതേ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വിശുദ്ധി എന്ന പുണ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിനായി, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയെ കാത്തു പരിപാലിക്കുന്നതിനായി പരിശ്രമിക്കാം. ദിവ്യകാരുണ്യനാഥ, സമർപ്പിത ജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോരോരുത്തരെയും സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നു. ഏതെങ്കിലും പാപപ്രലോഭനങ്ങളിൽ അവർ അകപ്പെട്ടു പോയെങ്കിൽ അവരെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധിയിൽ പുനഃപ്രതിഷ്ഠിപ്പിക്കണമേ. സ്നേഹദാത, ശുദ്ധതയെന്ന പുണ്യത്തിനെതിരായ കഠോര പാപങ്ങളെ അങ്ങേ കാൽപാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉദരത്തിലെ ശിശുക്കളെ കൊന്നെടുക്കുന്ന അതിഭയാനകമായ പാതകങ്ങൾ, പവിത്രമായ വിവാഹബന്ധത്തെ ശിഥിലമാക്കുന്ന തിന്മ പ്രവർത്തികൾ, മ്ലേച്ഛമായ സന്തോഷങ്ങൾക്കായി തങ്ങളെ തന്നെ അടിയറ വെച്ചവരുടെ ഹീനപ്രവൃത്തികൾ, ഇവയ്ക്കെല്ലാം ഞങ്ങൾ ഈ നിമിഷം കർത്താവെ അങ്ങേ മുമ്പിൽ മാപ്പ് ചോദിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഈ ഒരു മാസക്കാലം ഞങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. ഈശോയെ, വേണ്ടത്ര രീതിയിൽ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി അല്ലാതെ നല്ല കുമ്പസാരം ലഭിക്കാതെ മരണപ്പെട്ടു പോയ എല്ലാവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആ ആത്മാക്കളുടെ മേൽ കർത്താവെ അവിടുത്തെ കരുണാസ്പർശമുണ്ടാകണം.
അവരുടെ ദീനരോദനം അങ്ങ് ചെവിക്കൊള്ളണമേ. കർത്താവേ, ആ വേദനിക്കുന്ന ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളെയും ഓരോ ശുദ്ധീകരാത്മാവിൻ്റെയും മോക്ഷഭാഗ്യത്തിലേക്കുള്ള അവർക്ക് അവിടെ എത്തിച്ചേരാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് യേശുനാഥ അങ്ങയോട് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന അങ്ങേ പരിഹാര ബലിയുടെ അനന്തരഫലങ്ങൾ ഈ ശുദ്ധീകരാത്മാക്കളുടെ മേലിൽ ചൊരിഞ്ഞ് അവരെ നിത്യാനന്ദത്തിലേക്ക് നയിക്കണമേ. സ്നേഹ ഈശോയെ, സ്വർഗത്തിൽ പാപികളായ നമുക്ക് വേണ്ടി കരുണയാചിക്കുന്ന നിത്യപുരോഹിതനാണ് അവിടെ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നാഥ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ പാപപ്പൊറുതി മാത്രം പോരാ, തിന്മയിൽ വീഴാതിരിക്കാനുള്ള വരപ്രസാദവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്നേഹ ഈശോയെ, പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം, അനുതാപത്തിൻ്റെതായ ഒരു ഹൃദയം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ എന്ന് യേശുനാഥ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കരുണാമയനായ പൊന്നു തമ്പുരാനെ, പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ പോലും മന്ദതയിലായിരിക്കുന്ന, മന്ദതയുടെ മഞ്ഞുകട്ടകളാൽ അധപ്പതിച്ചു പോയിരിക്കുന്ന ഹൃദയമാണല്ലോ നമുക്കുള്ളത്. ഈശോയെ, അങ്ങയുടെ ദിവ്യ അഗ്നിജ്വാലകൾ ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും പകരണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ കർത്താവേ. സ്നേഹനാഥ, അങ്ങേ ഞങ്ങൾ നിരവധി പ്രാവശ്യം ദ്രോഹിച്ചതോർത്ത് ദുഃഖിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ തിരസ്കരിച്ച ഞങ്ങളുടെ ഹൃദയശൂന്യതയോർത്ത് ഖേദിക്കുന്നു. നാഥ, ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തെ അനുസ്മരിച്ച് ഞങ്ങളുടെ മേൽ കനിയണമേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നാഥ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങിൽ നിന്നും വഴുതി വീണു പോകും. ഈശോയെ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ നേർക്കയക്കണമേ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങളെ വലയം ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ദിവ്യശക്തി ഞങ്ങളെ പരിരക്ഷിക്കട്ടെ. അങ്ങയുടെ സ്നേഹം ഒരു കോട്ട പോലെ നമുക്ക് ചുറ്റും രക്ഷാകവചമായി ഉയർന്നു നിൽക്കട്ടെ. ഈശോനാഥ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സൃഷ്ടാവായ അങ്ങയെ വിസ്മരിക്കുകയും അങ്ങയുടെ മനോഹര സൃഷ്ടികളിൽ മാത്രം ഞങ്ങളുടെ മനസ്സ് കുടുങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. ഈശോയെ, അങ്ങയെ വിസ്മരിച്ച് അശ്വര വസ്തുക്കളിന്മേൽ ഞങ്ങളുടെ മനസ്സ് കുടുങ്ങുമ്പോൾ അങ്ങ് ഞങ്ങളെ സ്പർശിച്ച് അങ്ങയിലേക്ക് ബലമായി തിരിക്കണമേ നാഥ. കർത്താവെ, അങ്ങയെ പൂർണ്ണമായും സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം അങ്ങയെ ശുശ്രൂഷിക്കാനും അങ്ങയെ നിരന്തരം മഹത്വപ്പെടുത്തുവാനും ഹൃദയവും മനസ്സും കൊണ്ട് അങ്ങയോട് ഒട്ടിച്ചേരാനും വരമേകണമേ. വിശ്വസ്തയോടുകൂടി അങ്ങയെ അനുകരിക്കുന്നതിന് അനുനിമിഷം അങ്ങയോടൊപ്പം ഈ ജീവിതയാത്രയിൽ മുന്നേറുന്നതിനും അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കിയ ഒരു ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഏവരെയും ധൈര്യപ്പെടുത്തണമേ എന്ന് കർത്താവായ ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.